രണ്ട് ചങ്ങാതിമാരുടെ കഥയാണത്. രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയാണ് അതിലൊരാൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപാട് സമയമായിട്ടും അവൻ തിരിച്ചു വരാത്തത് കണ്ടപ്പോൾ ഇവിടെയുള്ള കൂട്ടുകാരനാകെ പേടിയായി. അവന് എന്തു പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ഉടനെ ഇവിടെയുള്ള കൂട്ടുകാരൻ തൻ്റെ മുതലാളിയോട് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ യുദ്ധത്തിന് പോയിട്ട് ഒരുപാട് സമയമായി, അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, ഞാനൊന്ന് അവനെ പോയി അന്വേഷിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ മുതലാളി സമ്മതിക്കുന്നില്ല. കാരണം യുദ്ധമാണ്, കൂട്ടുകാരൻ എന്തായാലും മരിച്ചിട്ടുണ്ടാവും, ഇനി നീ കൂടെ പോയി ആ അപകടത്തിൽ ചാടരുതെന്ന് മുതലാളി വളരെ സ്നേഹത്തോടെ അവനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഇവനൊരു സമാധാനവും കിട്ടുന്നില്ല, കാരണം അത്രയും പ്രിയപ്പെട്ടവനാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചപ്പോൾ മുതലാളി അവന് പോകാൻ സമ്മതം നൽകി. അങ്ങനെ അവൻ പോയി തിരിച്ചു വരുമ്പോൾ അവൻ്റെ ചുമലിൽ തൻ്റെ കൂട്ടുകാരൻ്റെ മൃതദേഹവും ഉണ്ടായിരുന്നു. ഇത് കണ്ട മുതലാളി അവനോട് പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതല്ലേ അവൻ മരിച്ചിട്ടുണ്ടാകും, നീ പോകണ്ട എന്ന്, പിന്നെ എന്തിനാണ് നീ അവനെ തേടി പോയത്? അവൻ മറുപടി പറയുന്നുണ്ട്, മുതലാളി നിങ്ങൾ അങ്ങനെ പറയരുത്, കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവന് ജീവനുണ്ടായിരുന്നു. ആ അവസാന നിമിഷത്തിൽ അവന് എന്നോടൊരു വാക്ക് പറഞ്ഞു, ആ വാക്ക് പറഞ്ഞിട്ട് അവൻ മരിച്ചുപോയി. മുതലാളിക്ക് ഭയങ്കര ആകാംക്ഷയായി, എന്താണ് അവൻ അവസാനമായിട്ട് പറഞ്ഞത്? അവൻ പറയുന്നുണ്ട്, അവൻ എന്നോട് പറഞ്ഞു, എനിക്കറിയുമായിരുന്നു നീ എന്നെ തേടി വരുമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ മരിച്ചുപോയി.